നമസ്കാരം. എല്ലാവരും ഹെൽത്തി ആൻഡ് ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഓൾറെഡി നമ്മളെ ചാനലിലൊരു മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മളുടെ മെഡിറ്റേഷൻ സീരീസിലെ രണ്ടാമത്തെ മെഡിറ്റേഷനാണ് നോക്കാൻ പോകുന്നത്. ഈ ഒരു സെറ്റപ്പ് കാണുമ്പോൾ തന്നെ കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും ഇതെന്താണെന്ന്. ഇത് ത്രാടക മെഡിറ്റേഷനാണ്, ത്രാടക ധ്യാനം. ത്രാടക ധ്യാനം പ്രധാനമായിട്ടും നമ്മുടെ കാഴ്ചശക്തി ഇമ്പ്രൂവ് ചെയ്യുന്നതിനും ഫോക്കസ്, കോൺസെൻട്രേഷൻ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുട്ടികളൊക്കെ ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം ആയിരിക്കും. കുറച്ച് സമയം എന്തെങ്കിലും പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ മൈൻഡ് പെട്ടെന്ന് അതിൽ നിന്നൊക്കെ വ്യതിചലിച്ച് മറ്റെന്തെങ്കിലും ടോപ്പിക്കിലേക്ക് പോവുക, അല്ലെങ്കിൽ ചിന്തകളിലേക്ക് പോവുക, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതെ വരിക എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുള്ളൊരു പരിഹാരം കൂടിയാണ്. നിങ്ങളുടെ ഫോക്കസ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ വർദ്ധിപ്പിക്കാനും കൂടി ഹെൽപ്പ് ചെയ്യുന്നൊരു മെഡിറ്റേഷനാണ് ത്രാടക. അതുപോലെ സാധാരണ മറ്റ് മെഡിറ്റേഷനുള്ള പ്രയോജനങ്ങളും ത്രാടകയ്ക്കുണ്ട്. ത്രാടക മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ളത് ആകെ ഒരു ദീപനാളവും നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റിയൊരു റൂമും നിങ്ങളും മാത്രമാണ്. അപ്പോൾ അതിനായിട്ട് ഈ ദീപനാളത്തിന് നമുക്ക് എന്ത് വേണമെങ്കിലും, ഇപ്പോൾ ഈ കാണുന്ന പോലെ ഒരു ചെറിയ വിളക്കോ അല്ലെങ്കിൽ ഒരു മെഴുകുതിരിയോ ഓറൽസ് ഒരു ചിരാതോ അങ്ങനെ എന്തായാലും കുഴപ്പമില്ല, ഒരു ദീപനാളം ഉണ്ടാവണമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു റൂം, നിങ്ങൾക്ക് കാം ആൻഡ് ക്വയറ്റ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നൊരു റൂം വേണം. അതിൽ നമ്മൾ എല്ലാ ലൈറ്റും തെളിച്ചിട്ടിട്ടല്ല ഇത് ചെയ്യേണ്ടത്. ഏറ്റവും നല്ലത് ഒരു ഇരുട്ട് മുറിയിൽ ചെയ്യുക, അല്ലെങ്കിൽ മിനിമം ലൈറ്റിങ്ങിൽ ചെയ്യുക. ഇപ്പോൾ വീഡിയോ ഷൂട്ട് ചെയ്യേണ്ടത് കൊണ്ടാണ് ഞാൻ ഈ മിനിമം ലൈറ്റിംഗ് യൂസ് ചെയ്തിട്ടുള്ളത്. അല്ലെങ്കിൽ ഇരുട്ട് മുറിയിൽ ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്, നമ്മൾ ഈ ദീപനാളം നമ്മൾ ഇരിക്കുന്നതിൽ നിന്നും ഒരു കൈ അകലത്തിലായിട്ട്, ഏകദേശം ഒരു കൈ അകലത്തിലായിട്ട് ഈ ദീപനാളം നമ്മൾ സെറ്റ് ചെയ്യുക. അത് നമ്മളുടെ ഐ ലെവലിൽ, കണ്ണിൻ്റെ ലെവലിലായിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾ ഇരിക്കേണ്ടത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന പോസ്ചറുകൾ ഏത് വേണമെങ്കിലും സ്വീകരിക്കാം. അപ്പോൾ ഈ കാണുന്ന പോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിലത്തിരിക്കാം, അതല്ല നിങ്ങൾക്ക് ചെയറാണ് കംഫർട്ടബിൾ എങ്കിൽ അങ്ങനെയും ഇരിക്കാം. അപ്പോഴും ഈ ദീപനാളം നിങ്ങളുടെ ഐ ലെവലിൽ 1 ഹാൻഡ് ഡിസ്റ്റൻസിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുക. അതിൽ സിമ്പിളായിട്ട് ചമ്രം പടിഞ്ഞിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വജ്രാസനത്തിലോ അങ്ങനെ ഏതെങ്കിലും ബേസിക് ആസനങ്ങളിൽ ഇരിക്കാൻ അറിയാമെങ്കിൽ അത് വേണമെങ്കിലും ചെയ്യാം. കംഫർട്ടബിൾ ആയിരിക്കണം. ഏകദേശം 10 മിനിറ്റോളം നമ്മൾ ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കംഫർട്ടബിളായിട്ട് ഇരിക്കാൻ പറ്റുന്നത് പോലെ റിലാക്സ്ഡ് ആയിട്ട് ഇരിക്കുക. ഓക്കെ, ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്പെക്സ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ സ്പെക്സ് റിമൂവ് ചെയ്തിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. വിത്ത് സ്പെക്സ് അല്ല ത്രാടക ചെയ്യേണ്ടത്. പിന്നെ ഈ കഴിഞ്ഞ ഒരു 3 മുതൽ 6 മാസത്തിനുള്ളിൽ ഐ സർജറികൾ, കണ്ണിൻ്റെ ഓപ്പറേഷനുകൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവരും ഇത് ഒഴിവാക്കുന്നത് തന്നെയാണ് നല്ലത്. ഓക്കെ, ബാക്കിയുള്ള എല്ലാവരും ത്രാടക ചെയ്യുന്നതിന് ഫിറ്റാണ്. അപ്പോൾ നമുക്ക് ത്രാടക എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട് ഡൂയിങ് ത്രാടക മെഡിറ്റേഷൻ. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ വളരെ കംഫർട്ടബിളായിട്ട് റിലാക്സ്ഡ് ആയിട്ട് ഇപ്പോൾ നമ്മൾ ഇരിക്കുകയാണ്. നമ്മളുടെ ഐ ലെവലിലായിട്ട് 1 ആം ഡിസ്റ്റൻസിൽ ആ ദീപനാളമുണ്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ. നിങ്ങളിനി ആ ദീപനാളത്തിനെ മാത്രം നോക്കിയിരിക്കുക. മറ്റുള്ള ഒരു കാര്യങ്ങളിലേക്കും ശ്രദ്ധ പോവാതെ നമ്മളുടെ മൈൻഡിനെയും കൂടെ ഇതേ പ്രസൻറ്റ് മൊമെൻറ്റിൽ ഒന്ന് ഫോക്കസ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യാം. നമ്മളിങ്ങനെ ത്രാടക പ്രാക്ടീസ് സ്റ്റാർട്ട് ചെയ്യുന്ന ബിഗിനിങ് ഡേയ്സിലുണ്ടല്ലോ, നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്ന ഒരു പ്രധാനപ്പെട്ട ബുദ്ധിമുട്ടെന്ന് പറയുന്നത് നമ്മളുടെ മൈൻഡിനെ ഈ ഒരു മൊമെൻറ്റിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും. ഇറ്റ്സ് ക്വയറ്റ് നാച്ചുറൽ. അപ്പോൾ അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ നിങ്ങളെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞത് ഡ്രോപ്പ് ചെയ്യല്ല വേണ്ടത്. ഗ്രാജ്വലി ഡേ ബൈ ഡേ ഇതൊരു പ്രാക്ടീസ് ആയിട്ട് വരുമ്പോൾ തന്നെയാണ് നമുക്ക് ആ മൈൻഡിനെയും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്യാനായിട്ട് ശരിക്കും പറ്റുക. അപ്പോൾ പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പോൾ അത് ജസ്റ്റ് ഓർക്കുക, നമുക്ക് പറ്റും. ഓക്കെ, ഇൻ കേസ് നമ്മളുടെ മൈൻഡ് ഇങ്ങനെ വാൻഡർ ചെയ്ത് പോകുന്നതായിട്ട് തോന്നുവാണെങ്കിൽ, അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ് ഡേയ്സിൽ അത് നാച്ചുറലാണ്. അങ്ങനെ പോകുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു മൊമെൻ്റ് ഉണ്ടല്ലോ, അപ്പോൾ തന്നെ നമ്മളുടെ മൈൻഡിനെ നമ്മൾ പെട്ടെന്ന് തിരിച്ചു വിളിക്കുക ഈ ഒരു പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക്. നമ്മളുടെ ശ്രദ്ധ മുഴുവനും നമ്മളുടെ കണ്ണിൻ്റെ ഒപ്പം തന്നെ ഈ ദീപനാളത്തിലായിരിക്കാനായിട്ട് ട്രൈ ചെയ്യുക കേട്ടോ. ഇങ്ങനെ നമ്മളുടെ കംപ്ലീറ്റ് ഫോക്കസ് ഈ ദീപനാളത്തിൽ കൊടുത്ത് നമ്മൾ ഈ ദീപനാളത്തിനെ നോക്കിയിരിക്കേണ്ടത് നമ്മളുടെ കണ്ണുകൾ ചിമ്മാതെ ആയിരിക്കണേ. അപ്പോൾ അങ്ങനെ നമ്മളൊരു 3 സെറ്റ്സ് ആയിട്ടാണ് അത് ചെയ്യുക. ഓരോ സെറ്റിലും പറ്റുകയാണെങ്കിൽ ഒരു 2 തൊട്ട് 3 മിനിറ്റ് വരെയെങ്കിലും കണ്ണുകൾ ചിമ്മാതെ ഈ ദീപനാളത്തിനെ നമ്മൾ നോക്കിയിരിക്കണം. സോ അതും ഈ പറഞ്ഞതുപോലെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമുക്ക് അങ്ങനെ കണ്ടിന്യൂസ്ലി 2 മുതൽ 3 മിനിറ്റ് വരെ ചിലപ്പോൾ കണ്ണടയ്ക്കാണ്ടിരിക്കാൻ പറ്റണം എന്നില്ല. അപ്പോൾ ഇൻ കേസ് നിങ്ങളുടെ കണ്ണിൽ എന്തെങ്കിലും സ്ട്രെയിൻ ഫീൽ ചെയ്യോ കണ്ണ് നിറയുന്നതായിട്ട് തോന്നുകയൊക്കെ ചെയ്യുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ചിമ്മി തുറക്കുക. അതും നമുക്ക് പ്രാക്ടീസിലൂടെയാണ് ഈ ഒരു 2 മുതൽ 3 മിനിറ്റ് വരെയൊക്കെ കണ്ടിന്യൂസ്ലി നോക്കിയിരിക്കാനായിട്ട് പറ്റുക. സോ നമുക്ക് പറ്റുന്നത് പോലെ, നമുക്കിപ്പോൾ കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് പോലെ, നമ്മളുടെ കണ്ണുകൾക്ക് അത്ര സ്ട്രെയിൻ ഒന്നും ഇല്ലാതെ റിലാക്സ്ഡ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത്ര സമയം മതി. അത്രയും സമയം നമ്മളിപ്പോൾ ആ ദീപനാളത്തിനെ നോക്കിയിരിക്കുകയായിരുന്നു. അത് നിങ്ങൾക്ക് ചിലപ്പോൾ 1 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കാം, ചിലപ്പോൾ 3 മിനിറ്റ് ആയിരിക്കാം, അത്രയൊക്കെ മതി. അതിനുശേഷം
പതുക്കെ നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. ക്ലോസ് യുവർ ഐസ്. ഇപ്പോൾ കണ്ണുകൾ അടച്ചാലും നിങ്ങളുടെ കണ്ണിൻ്റെ മുന്നിലായിട്ട് നിങ്ങളുടെ ഐബ്രോസിൻ്റെ ഇടയിൽ, അതായത് നമ്മളെ പൊട്ടുകുത്തുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ, ആ ഐബ്രോസിൻ്റെ ഇടയിലായിട്ട് ഇപ്പോഴും നിങ്ങൾക്ക് ആ ദീപനാളത്തിനെ കാണാൻ പറ്റുന്നുണ്ട്. അങ്ങനെ നിങ്ങൾ ഇമാജിൻ ചെയ്യുക. ജസ്റ്റ് ഇമാജിൻ വിഷ്വലൈസിങ് ദാറ്റ്. ഇതിലൂടെ നിങ്ങളുടെ മൈൻഡിനെ വീണ്ടും അവിടെ കോൺസെൻട്രേറ്റ് ചെയ്ത് നിർത്താനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. ഇങ്ങനെ നമ്മൾ കണ്ണുകൾ അടച്ച് ഏകദേശം 1 മുതൽ 2 മിനിറ്റ് വരെയാണ് ഇരിക്കേണ്ടത്. ആ സമയം അത്രയും നമ്മളുടെ കണ്ണിൻ്റെ മുമ്പിൽ ആ ഒരു ദീപനാളം കാണാം, കണ്ണടച്ചാലും കാണാം എന്ന് നമ്മൾ ഇമാജിൻ ചെയ്ത് വേണം ഇരിക്കാൻ. ഇങ്ങനെയാണ് നമ്മളിപ്പോൾ ഒരു സെറ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള 3 സെറ്റുകളായിട്ടാണ് കേട്ടോ നമ്മൾ ഈ ത്രാടക മെഡിറ്റേഷൻ ചെയ്യുന്നത്. അതായത് ആ ഒരു 1 to 2 മിനിറ്റ്സിന് ശേഷം വീണ്ടും കണ്ണ് തുറക്കുക, ഈ ദീപനാളത്തിനെ നിങ്ങൾ കാണുക, നിങ്ങൾ നോക്കിയിരിക്കുക, മൈൻഡിനെയും ഫോക്കസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അത് ഏകദേശം ഈ പറഞ്ഞതുപോലെ 1 to 3 മിനിറ്റ്സോളം നമ്മൾ അതിനെ നോക്കിയിരിക്കുക. വീണ്ടും ഐസ് ക്ലോസ് ചെയ്യുക, ഇമാജിൻ ചെയ്യുക നിങ്ങൾക്ക് അതിനെ കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ള രീതിയിൽ. അങ്ങനെ വീണ്ടും ഒരു 1 to 2 മിനിറ്റ്സ് ചെയ്യുക. വീണ്ടും ദ സെയിം തിങ് ഷുഡ് ബി റിപ്പീറ്റഡ്. ഓക്കെ, 1 more time. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ 3 സെറ്റുകളായിട്ട് കണ്ണുകൾ തുറന്നുകൊണ്ടും പിന്നെ അടച്ചുകൊണ്ടും ആ ദീപനാളത്തിനെ വിഷ്വലൈസ് ചെയ്തു. സോ വി ഹാവ് കംപ്ലീറ്റഡ് അവർ ത്രാടക മെഡിറ്റേഷൻ. ഇനി ജസ്റ്റ് ഒന്ന് കണ്ണുകൾ വെറുതെ അടയ്ക്കുക. പ്രത്യേകിച്ച് ഒന്നിനെ പറ്റിയിട്ടും ചിന്തിക്കേണ്ട, ഒന്നും ഫോക്കസ് ചെയ്യേണ്ട. വളരെ റിലാക്സ്ഡ് ആയിട്ട് കണ്ണുകൾ അടച്ചിരിക്കുക. ജസ്റ്റ് ഫീൽ ഇറ്റ്. Then slowly open your eyes and come back to the present moment. Thank you so much for watching and joining with Tradaka Meditation.